ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലായിടത്തും മാങ്ങ വെച്ച് പുഡിങ് ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, എന്തിന് രസം വരെ ഉണ്ടാക്കുന്നു. പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? ഞാനും ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കെന്നാൽ അപ്പോൾ ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കാം. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ വെറുതെ സ്മാഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. പ്യൂരി പോലെ ആക്കിയില്ല. എനിക്കിങ്ങനെ നമുക്ക് സ്മാഷ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് അത് ഞാൻ വിപ്പിംഗ് ക്രീം അടിച്ചപ്പോൾ അതിലോട്ട് കുറച്ച് ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ ഫ്ലേവർ കിട്ടുമല്ലോ വിപ്പിംഗ് ക്രീമിനും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം, പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഈ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാത്രം എടുത്തേക്കണേ. ഇതിലേക്ക് ഞാൻ കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കേക്ക് ഉണ്ടായിരുന്നു മേടിച്ചത്, ആൽമണ്ട്സിൻ്റെ സ്ലൈസ്ഡ് കേക്ക്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ടും ഇതിലോട്ട് യൂസ് ചെയ്യാം. അത് എളുപ്പത്തിനാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. നമുക്ക് എളുപ്പപ്പെട്ടിയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ നമ്മുടെ നേരത്തെ സിറപ്പ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ലതാണ്. ഞാൻ വെച്ചിട്ടില്ല. ഇച്ചിരി ടേസ്റ്റ് വരും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്കതിനുള്ള സമയവും ക്ഷമയും ഇല്ലാത്തത് മൂലം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, അപ്പം തന്നെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ ബാലൻസ് ഇല്ലേ, അത് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല അടിപൊളി മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഇത് തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. നല്ല അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മാങ്ങ ഇതേപോലെ നല്ലതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ മാംഗോ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് വാരി വിതറാം. കുറേ വിതറിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇനി ഇതേപോലെ ഒരു മാംഗോ പുഡിങ് തയ്യാറാക്കാൻ പറ്റില്ല. ഇപ്പം മാങ്ങ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ മെൽറ്റിംഗ് ആയിട്ടുള്ളതാണ്. സൂപ്പറാണ് കേട്ടോ.